ധ്രുവ്രാത്തി എന്ന് പറയുന്ന യൂട്യൂബർ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ മോദിയെക്കുറിച്ച് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ഒരു വീഡിയോ തന്നെ അദ്ദേഹത്തിൻ്റെ അവകാശപ്രകാരം അവകാശവാദം എന്ന് പറയുന്നത് ഏതാണ്ട് 7 കോടിയിലധികം പേർ കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ കാണാം, ഏതാണ്ട് 3-3.5 കോടി പേർ കണ്ടിട്ടുണ്ട്. 2 കോടിയിലധികം വരുന്ന സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട്. ഞാനിപ്പോഴല്ല അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസ് ഏതാണ്ട് വർഷങ്ങളായി, 2-3 കൊല്ലങ്ങളായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും വളരെ വിശദമായി റിസർച്ച് ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഇടുന്നത്. ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടാൻ കാരണം അദ്ദേഹം വലിയ തോതിലുള്ളൊരു നരേന്ദ്രമോദിക്കും BJPക്കും എതിരായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരുന്നു. 100 crore മിഷൻ എന്ന് പറയുന്ന 100 കോടി ആളുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിക്കാനും വോട്ടിലൂടെ തന്നെ നരേന്ദ്രമോദിക്ക് ഒരു മറുപടി കൊടുക്കാനും ഒക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റിന് അദ്ദേഹം മുന്നോട്ട് വന്നു. ഇത് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം 2 വീഡിയോകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിനോട് എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒന്ന്, അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ എടുത്തു. അത് ധ്രുവ്രാട്ടി എന്ന് പറയുന്നൊരു പ്രതിഭാസത്തെക്കുറിച്ചാണ്. ജയശങ്കർ അതിനകത്ത് പറയുന്നൊരു കാര്യം താരതമ്യേന നിർദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം തെറ്റാണ്. അത് അദ്ദേഹം പറയുന്നത്, ഈ ധ്രുവറാത്തിയുടെ വീഡിയോകളൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അതിനു മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഏതാണ്ട് 1-2 വീഡിയോ ധ്രുവറാത്തിയുടെ കണ്ടുള്ളൂ. അത് തന്നെ ഹിന്ദി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ഒരു 10-15 പേര് റിസർച്ച് ചെയ്തിട്ടാണ് ആ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് 3 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വീഡിയോ ഇറക്കുന്നത്. ഒരു മാസമാകെ 10 വീഡിയോസ് മാത്രമേ അദ്ദേഹം ഇറക്കുന്നുള്ളൂ. ഈ ഇലക്ഷന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 കോടിയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് അത് 2-2.25 കോടിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ റീച്ചുള്ളൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിനൊന്നും പക്ഷേ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ജയശങ്കർ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടൊന്നും ആരും വോട്ട് ചെയ്യാൻ തീരുമാനിക്കില്ല, വോട്ടൊക്കെ ജനങ്ങളല്ലാതെ ചെയ്യുന്നതാണ്. തെറ്റാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മൂടി വെച്ചിട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് ഇതുപോലെയുള്ള പുതിയ യൂട്യൂബേഴ്സാണ്. ആ യൂട്യൂബറുകളിൽ ഏറ്റവും അഗ്രഗണ്യനാണ് ധ്രുവ്രാത്തി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം നമുക്കെല്ലാം അറിയുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സ്കാമിനെ കുറിച്ചൊരു വീഡിയോ കൊണ്ടുവന്ന് അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ അതൊന്ന് കാണണം. ആ സ്കാമിനെ കുറിച്ച് അദ്ദേഹം കൊണ്ടുവന്ന വീഡിയോകളിൽ അദ്ദേഹം വളരെ കൃത്യമായി ഇത് കൊള്ളയുടെ വലിയ കൊള്ളയാണ്, കാരണം ഓരോ ട്രാൻസാക്ഷനും കൊള്ളയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഗംഭീരമായി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ടല്ല, ഞാൻ അതിനു മുമ്പ് തന്നെ മിൻറ്റിലൊക്കെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ട് തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കിട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും സാധാരണ ആളുകൾ ഇപ്പോൾ മിൻറ്റിലോ അല്ലെങ്കിൽ ദക്യുൻറ്റിലോ വയറിലോ ഒക്കെ വരുന്ന റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇദ്ദേഹം അത് വീഡിയോയിൽ വളരെ കൃത്യമായി അവതരിപ്പിച്ചത് നമുക്കെല്ലാം അറിയാം. സിൽക്യാര എന്ന് പറയുന്നൊരു കമ്പനി ഉത്തരാഖണ്ഡിൽ ടണൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് പൊളിഞ്ഞു വീഴുകയും ഏതാണ്ട് 40-ലധികം വരുന്ന തൊഴിലാളികൾ അകപ്പെടുകയും ചെയ്യുന്നൊരു സംഭവം നമുക്കറിയാം. ആ സംഭവം ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയിരുന്ന കമ്പനിയുടെ പേര് നവയുഗ എന്നുള്ളതാണ്. നവയുഗ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു സിവിൽ കൺസ്ട്രക്ഷൻ നടത്തുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി ഈ പറയുന്ന ആളുകൾക്ക്, അതായത് നമ്മുടെ ഭരിക്കുന്ന പാർട്ടികൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും കൂടി ഏതാണ്ട് 55 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പുറത്തേക്ക് വന്നു. രഞ്ജിത്ത് ബിൽകോൺ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനി ഗുജറാത്തിൽ നിരവധി വർക്കുകൾ നടത്തുന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ വർക്കുകളൊക്കെ തന്നെ വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അവരേതാണ്ട് 9 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു എന്ന് പറയുന്ന റിപ്പോർട്ട് വന്നു. അതേപോലെ തന്നെ BG ഷിർക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അത് പൂനെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ 2022 അവരുടെ വർക്ക് സൈറ്റിൽ, അതായത് അവർ വലിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ വില്ലാസും ഒക്കെ പണിത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ വർക്ക് സൈറ്റിൽ വലിയ അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽപ്പെട്ട് 4 പേർ മരിക്കുകയും ചെയ്തു. 4 തൊഴിലാളികൾ ദാരുണമായി മരിച്ചിട്ട് പോലും അവർക്കെതിരെ 2022 ഉണ്ടായിട്ടുള്ള അപകടത്തിൽ അവർക്കെതിരെ FIR ഇട്ടു. അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ അവർ ചെയ്തത് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കായിട്ട് ഏതാണ്ട് 118 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്കറിയാം, ഈ പറയുന്ന ഇതേ കമ്പനി തന്നെ 2018 അവരുടെ എലവേറ്റർ തകർന്നു വീണ് ഇതുപോലെ തന്നെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും ശിക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി കമ്പനികളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് സ്കാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോകളടക്കം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോകൾ ജനങ്ങളിലേക്ക് എത്താനും ഒരു ഒപ്പീനിയൻ രൂപീകരിക്കാനും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനും കാരണമായിട്ടുണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് പറയാതെ വയ്യ. അതുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അങ്ങയോട് വലിയ ബഹുമാനമുണ്ട്, അങ്ങയുടെ പല നിരീക്ഷണങ്ങളും ശരിയാണ്, പക്ഷേ ഇതിനകത്ത് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ.
രണ്ടാമത് നമുക്കറിയാം BJP ഒരു സംഘപരിവാർ ചായ്വുള്ള ചില നിരീക്ഷകരൊക്കെ ഉണ്ട്. അതിലിപ്പോൾ നമുക്കറിയാം TG മോഹൻദാസ് മുതൽ ഇപ്പോൾ ഫക്രുദ്ദീൻ അലി വരെയുള്ള ആളുകൾ ആ ഗ്രൂപ്പിലേക്ക് ചേർന്നുണ്ട്. അതിൽ ഫക്രുദ്ദീൻ അലിയെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ TG മോഹൻദാസ് കഴിഞ്ഞ ദിവസം ഇരുന്ന് വേറൊരു യൂട്യൂബ് ചാനലിൽ, ഒരു സാധാരണ അദ്ദേഹം നടന്ന ഒരു യൂട്യൂബ് ചാനലല്ല, മറ്റേതൊരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പതിവായി ചെയ്തു വരുന്ന ഒരു പങ്ക്തിയുണ്ട്. ആ പങ്ക്തിയിൽ അദ്ദേഹം പറയുന്നത് ഈ ധ്രുവ് റാട്ടീനെ ഒന്നും വലിയ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് ശരിക്കും യൂട്യൂബ് തന്നെ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വ്യൂസാണ്. യൂട്യൂബ് തന്നെയാണ് ആ വ്യൂസൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സ്വന്തമായി ട്വിറ്ററും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വേണം. അതായത് ചൈനീസ് ഗവൺമെൻറ് ഒക്കെ ചെയ്യുന്നത് പോലെ ആ രാജ്യത്ത് പുറത്തുനിന്നുള്ള യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ഏകാധിപത്യം വരണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ ട്വിറ്ററും ഇത്തരത്തിലുള്ള യൂട്യൂബുകളും എല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന് ഡീൽ ചെയ്യുന്നതുകൊണ്ട് അവരെല്ലാവരും ഈ മോദിക്കെതിരെയുള്ള ചില കോൺസ്പിറസി നടത്തിക്കൊണ്ട് ഇവരെ സഹായിക്കുന്നുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിരവധി പേരുടെ പേരുകൾ പറയുന്നുണ്ട്. പിന്നെ മനോരമയിൽ നിന്നൊക്കെ റിസൈൻ ചെയ്തിട്ടുള്ള ഒരാളൊക്കെ ഇരുന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഈ TG മോഹൻദാസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ധ്രുവ് റാത്തിയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മുടെ ആളുകൾ തന്നെയാണ് ഇത് കേട്ടിട്ട് ഇതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ്, ധ്രുവ് റാത്തിക്ക് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞ് നിരവധി പേർ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ക്ലിക്ക് കിട്ടുന്നത്, അല്ലാതെ ഇത് ആളുകളൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ ഉള്ളതാണ്. തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ ഇത് ഇങ്ങനെ ആളുകളൊന്നും അധികം കാണുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അതെ, ഈ ധ്രുവ് റാത്തിയുടെ വരുമാനം ഒരു കൊല്ലത്തേക്ക് 50 കോടി രൂപയാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഒരു കൊല്ലം 50 കോടി രൂപ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 4 കോടി രൂപയിലധികം ഒരു മാസത്തിലേക്ക് കിട്ടുന്നു. 10 വീഡിയോകൾ മാത്രം ഇറക്കുന്ന ഒരാൾക്കാണെന്ന് ആലോചിക്കണം. എന്താണ് എനിക്ക് TG മോഹൻദാസിനോടൊക്കെ ചോദിക്കാനുള്ളത്, എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കൂ. ആ കണ്ടന്റുകളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫാക്ച്വൽ എറർ, വസ്തുതാപരമായ മിസ്റ്റേക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ പറയൂ. അതിനാണ് ഞാൻ 3 എക്സാമ്പിൾ പറഞ്ഞത്. ഒന്ന് BG ഷിർക്കെ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ കമ്പനിയുടെ കാര്യം പറഞ്ഞത്, നവയുഗ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യം പറഞ്ഞത്, അതുപോലെ തന്നെ രഞ്ജിത്ത് ബിൽകോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ കാര്യം പറഞ്ഞത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ സിപ്ല എന്ന് പറയുന്ന ഒരു കമ്പനി, ആ കമ്പനി തന്നെ കേരളത്തിൽ പോലും വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അവർ ഇതുപോലെ നിരവധി കോടികൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടൊന്നും മേടിക്കാത്ത CPM പോലും ഈ നവയുഗ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 80 ലക്ഷം രൂപ 2017 മുതൽ ഇപ്പോൾ 2024 വരെയുള്ള സമയത്തിനിടക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാശ് മേടിക്കുന്നതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളോ മുഖ്യധാരാ മാധ്യമങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് പത്രങ്ങളോ പോലും പുറത്തേക്ക് കൊണ്ടുവരാത്ത കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് ധ്രുവ് റാട്ടി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ കുറച്ചുകൂടി ഇവരൊക്കെ വിമർശിക്കാൻ കാരണം, നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസം നമുക്കറിയാം, അത് എൻറ്റയർ പൊളിറ്റിക്സിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ, നരേന്ദ്രമോദി തന്നെ മറ്റൊരു വീഡിയോയിലിരുന്ന് 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ, അവിടെ വെച്ച് പഠിത്തം നിർത്തി എന്ന് പറയുന്ന വീഡിയോ അടക്കം, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്പിംഗ് അടക്കം വളരെ കൃത്യമായി ധ്രുവ് റാട്ടിയുടെ വീഡിയോകളിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ധ്രുവ് റാട്ടി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ജയശങ്കർ ഒരു വീഡിയോ എടുക്കുന്നു, അത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാം. TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ ഇരുന്നിട്ട് അദ്ദേഹത്തെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കില്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർത്തകളിൽ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന കണ്ടന്റുകളെ എതിർക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിദ്വാൻ ഇരുന്ന് പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് ജോർജ് സോറോസായിട്ട് ബന്ധമുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചില ബന്ധങ്ങൾ രാഷ്ട്രീയമായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ അദ്ദേഹത്തിന് ബന്ധമുള്ള ഒരാളിപ്പോൾ മറ്റേ ടെറർ ഫണ്ടിങ് നടത്തിയതിന് ജയിലിൽ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ സമ്മതിക്കാവുന്നേ. നമ്മൾ വീഡിയോ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ധ്രുവ് റാട്ടിയുടെ പേഴ്സണൽ ലൈഫോ അദ്ദേഹത്തിന് വ്യക്തിപരമായ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്നും നമുക്കറിയേണ്ടാവില്ല. നമുക്കറിയേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്, ഈ വീഡിയോകളിൽ അദ്ദേഹത്തിന് 24 മിനിറ്റ് വീഡിയോ എടുക്കുന്നതിന് അദ്ദേഹം ഒരു 5-10 ദിവസത്തെ പ്രിപ്പറേഷൻ നടത്തി 10-15 പേര് നടത്തിയെടുക്കുന്ന വീഡിയോസാണ്. ആ വീഡിയോസിലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള എററുകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ധ്രുവ് റാട്ടിയുടെ ഒരു ആരാധകനോ ഒരു മോദി വിരുദ്ധനോ ഒന്നുമല്ല. പക്ഷെ എങ്കിൽ പോലും ഫാക്റ്റായി ജനങ്ങളോട് പറയണം എന്നുള്ളതുകൊണ്ട്, എൻ്റെ പ്രേക്ഷകരോട് പറയണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ചോദിക്കേണ്ട ഒരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലുള്ള മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാട്ടാൻ ഇവരോട് ആവശ്യപ്പെടുകയാണ്.